ഓക്കെ. ഓക്കെ, ഇന്ന് നമ്മൾ ഡേ 3യിലേക്കാണ് കടന്നിരിക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ ChatGPT ഒക്കെ ഉപയോഗിച്ച് വളരെ നന്നായിട്ട് കുറേ അധികം വർക്ക് ബുക്കും നോട്ട്സ് ഒക്കെ വളരെ രസകരമായിട്ട് നമ്മൾ ചെയ്തു. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മളത് ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ദിവസം നമ്മൾ എന്താണ്, ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി. പലതരം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി നമ്മളത് പഠിച്ചു. പിന്നെ മൂന്നാമത്തെ ദിവസം, ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഡിസൈനേഴ്സ് എന്താണ് ചെയ്യുന്നത്, എന്താണ് ഒരു പോസ്റ്റർ ഡിസൈനിങ്ങോ അല്ലെങ്കിൽ നമുക്കൊരു നോട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കുന്നത്. കൂടാതെ ക്യാൻവ ഓപ്പൺ ചെയ്ത് അതിനകത്തൊരു ചെറിയ ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കും. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ ഇതിനകത്തൊന്നും ഡയറക്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ എല്ലാം നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്തൊന്നും ചെയ്യത്തില്ല. നമ്മൾ എന്താണ്, നമ്മളൊരു ഫെസിലിറ്റേറ്ററായിട്ട് മാറി നമുക്ക് എൻ്റെ കാര്യം ചെയ്തതാ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഡിസൈനിങ്ങിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഡേ 3. ഇവിടെ ബാച്ച് 4 ആണ്. ബാച്ച് 4-നകത്ത് ഞാനിപ്പോൾ ഡേ 3 ഇട്ട് തരാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് വെച്ച് നിങ്ങൾക്ക് എടുക്കാൻ ചെയ്യും. ഡേ 3. ഡേ 3 പോസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് വന്നിട്ടുണ്ടേ. നിങ്ങളുടെ ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. എല്ലാവരും ഒക്കെ ക്ലാസ് റൂം ഉപയോഗിച്ച് പ്രോംപ്റ്റ് ഒക്കെ എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഡേ 3-കകത്ത് അത് വന്നിട്ടുണ്ട്. ഇനി ഒരു തിയറി പാർട്ടും കൂടെ ഉണ്ട്, അതും കൂടെ ഇടാം. ഡേ 3. ഡേ 3. നമ്മൾ ഡിസൈനിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് സംസാരിച്ച് പോകുന്നത്. ആദ്യം കളർ തിയറി. നമ്മുടെ എന്ത് ഒരു വസ്തുവായിരുന്നാലും, നമ്മൾ ഒരു ഫ്രണ്ടിലൊരു ഫ്ലെക്സ് ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ഹോർഡിങ്സ് ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ കണ്ണ് പോകുന്നത് അതിൻ്റെ കളറിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ ചെയ്യുന്നവരെ നമ്മൾ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ കുറേ കളേഴ്സ് അതിനകത്ത് ഉപയോഗിക്കും. അപ്പം നമ്മൾ ഒരു സാധനം ചെയ്യുന്നതിന് മുന്നേ അത് അവർ ഫിക്സ് ചെയ്യുന്നതാണ്. ഓരോ കാര്യത്തിനും ഓരോ കളേഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്, അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ആ പ്രോഡക്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പം നമ്മൾ തയ്യാറാക്കുന്ന സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്ററുകൾ തയ്യാറാക്കുമ്പോഴും ഈ പറഞ്ഞ തിയറിയെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹി ഉണ്ടായിരുന്നാൽ നമുക്കതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് സാമ്പിളായിട്ട് കുറേ പോസ്റ്ററുകൾ എടുത്ത് വെച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് സാമ്പിളായിട്ടുള്ളതൊക്കെ എടുക്കാം? പല തരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത്, ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിൾ എന്ന് ഇടഞ്ഞ് അടിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഞാൻ പറയുന്ന പരിപാടി. ഗൂഗിൾ എടുത്തിട്ട് സാമ്പിൾ പോസ്റ്റർ, അല്ലെങ്കിൽ സ്കൂളിൻ്റെ, ഇപ്പോൾ അഡ്മിഷൻ ടൈം ആണല്ലോ, നമുക്ക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ കൊടുക്കാം. സ്കൂളിൻ്റെ അഡ്മിഷൻ പോസ്റ്റർ എന്ന് പറഞ്ഞ് ഇമേജസ് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ സ്ക്രീനിൽ കാണും. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഈ കളർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ഞാൻ ഓപ്പൺ ആക്കി പറഞ്ഞുതരാം. ഈ കാണുന്ന ഈ ഒരു പോസ്റ്ററിൽ എന്ത് കളർ പ്രിൻസിപ്പിളാണ് കീപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു 60% ഒരു ഡാർക്ക് ബ്ലൂ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് 60, 30, 10. 30 ഈ ഗ്രീനിഷ് കളർ,
ഗ്രീനുമായിട്ട് സാമ്യമുള്ള ഈ കളറ് എന്താണ് 30%. ഇത് 30% ഇതിന് കൊടുത്തിട്ടുണ്ട്, വൈറ്റിന് 10%. അപ്പോൾ ഈ 3 കളറാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസൈനിൽ ചെയ്ത്, ഇതൊരു പ്രൊഫഷണൽ ഡിസൈനറാണ്. മനസ്സിലായോ? 60-30-10 ആ ഒരു ഫോർമുലയിൽ ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. ഒരുവിധമുള്ള എല്ലാ പ്രൊഫഷണൽ ഡിസൈനിലും ഈ ഒരു മാനദണ്ഡം അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഡിസൈനിലെ ഒരു കോമൺ ആയിട്ടുള്ള സംഭവം. ചിലതിലൊന്നും ഇങ്ങനെയൊന്നുമില്ല, അവരങ്ങ് ചുമ്മാ അങ്ങ് ചെയ്യും. ഇനി ഇതൊക്കെ നമ്മൾ AI കൊണ്ടാണ് ചെയ്യിക്കുന്നതെന്ന് പറയും. ഇതും അങ്ങനത്തെ ഒരു പോസ്റ്ററാണ്. ഇതൊന്ന് തുറന്ന് കാണിക്കുകയാണെങ്കിൽ ഇതൊരു കുട്ടി നിൽക്കുന്നു. ഇതിലും 60ഓളം ഈ ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ വൈറ്റും ഗ്രീനും, പിന്നെ നോക്കിയാണെങ്കിൽ മറ്റ് പല കളർ, ഈ കുട്ടിയുടെ ഡ്രസ്സിലൊക്കെ പല കളർ കാണുന്നുണ്ട്. ഇതിലൊരു പിങ്കൊക്കെ കാണുന്നുണ്ട്. എങ്കിലും മെജോറിറ്റി ആയിട്ട് ഈ 60-30-10 റൂളാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഈ റെഡ് എന്ന് പറയുന്ന വാമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അർജൻസി കാണിക്കാനൊക്കെ ആയിട്ടുള്ള റെഡിന് പ്രയോറിറ്റി കൊടുക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പ്ലേഫുൾ ആയിട്ടുള്ള കാര്യത്തിന് യെല്ലോ. എനിക്കിത് ഇപ്പോൾ കണ്ടപ്പോഴത്തേക്കും മറ്റേ ഡേ കെയർ പോലുള്ള സാധനങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നതായിട്ട് ഓർമ്മ വരുന്നത്. കാമായിട്ടും ഗ്രോത്തിനെ കാണിക്കാനും നേച്ചറിനെ കാണിക്കാനും ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രീന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള. ട്രസ്റ്റ് കാണിക്കാൻ ബ്ലൂ. നമ്മുടെ ബാങ്കുകൾക്കൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൂ ആണ് ഒരുവിധം കൊടുത്തിട്ടുണ്ട്. അതൊരു വിശ്വാസമുള്ള സ്ഥാപനം ഒന്ന് കാണിക്കാൻ, സ്റ്റെബിലിറ്റി കാണിക്കാനും കൂൾനെസ് കാണിക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട്. വയലറ്റ് കളറിന് ഒരു 60% കൊടുക്കുന്നത് ക്രിയേറ്റീവായിട്ടുള്ളതും ലക്ഷറി ഹോട്ടലുകൾക്ക്, ഈ നമ്മുടെ ആഡംബര കപ്പലുകൾക്കൊക്കെ ഈ വയലറ്റ് കളറിന് പ്രാധാന്യം കൊടുത്ത് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 60-30-10 റൂൾ പ്രകാരം ഉള്ള സാധനം. ഒരു കൂടുതൽ മേജർ ഏരിയയും ഈ ബ്ലൂ കളറാണ്. പിന്നെ ഗ്രീൻ ഒരു 30 കൊടുത്തു, 10-നൊരു. ഇത് മനസ്സിലാക്കിയിരുന്നത് തിയറി. നമ്മൾ ഡിസൈനേഴ്സ് അല്ല, ഓക്കെ, നമ്മൾ ഡിസൈനേഴ്സ് ആവുകയില്ല, നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഹെഡിങ്സ് പറയുന്നു. നമ്മൾ പത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, നമുക്കിപ്പോൾ ഏത് പത്രമാണോ ഉള്ളത് അതിൻ്റെ ഫസ്റ്റ് ഹെഡിങ് 1 വലുതായിരിക്കും. അതിനെ അങ്ങോട്ട് താഴോട്ട് വരുന്തോറും സബ് ഹെഡിങ്സ്, ഹെഡിങ് 2 ആയിരിക്കും. പിന്നെ ബോഡി ചെറിയ അക്ഷരങ്ങളായിരിക്കും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. യൂസ് കേസാണ്, ഒന്ന് ശ്രദ്ധിച്ചോ. ഒരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ ഈ കാലിബ്രി ബോൾഡ് എന്ന് പറയുന്ന ഫോണ്ട് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ബോഡി ഫോണ്ടിന് കാലിബ്രി ഉപയോഗിക്കുന്നത്. ഹെഡിങ് ഫോണ്ടിന് കാലിബ്രി ബോൾഡ്, ബോഡി ഫോണ്ടിന് കാലിബ്രി. കാലിബ്രി എന്ന് പറയുന്ന ഒരു ഫോണ്ടിൻ്റെ പേരാണ് കേട്ടോ. റിപ്പോർട്ട് ഡോക്യുമെൻ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ജോർജിയ എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ് പറയുന്നത്. പോസ്റ്റേഴ്സിന് ഏരിയൽ ബ്ലാക്കും ഏരിയലും ഉപയോഗിക്കുക. ഏരിയൽ ബ്ലാക്ക് ബോൾഡ് കളറാണ്. വർക്ക്ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ട്രിബൂച്ചറ്റ് MS, കാലിബ്രി ലൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നെന്ന് പറയുന്നുണ്ട്. നമുക്കിതൊക്കെ ഓടിച്ച് പറഞ്ഞു പോവാം. ഈ ഫയലും കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇത് നിങ്ങൾ സമയം കിട്ടുന്ന മുറയ്ക്ക് ഒന്ന് നോക്കിക്കും. തിയറിയാണ്, ഇത് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഈ ലേ ഔട്ടിന് ഒരു മാനദണ്ഡമുണ്ട്. ഇപ്പോൾ ഒരു ഇസഡ് പോലത്തെ ഒരു ഷേപ്പിലാണ് തന്നേക്കുന്നത്. ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നു, ഇവിടെ അതുമായിട്ട് അതിൻ്റെ നേരെയായിട്ട് ആ സ്ഥാപനത്തിൻ്റെ പേര്, അതിൻ്റെ കുട്ടിയുടെ തൊട്ട് താഴെ വേറൊരു സാധനം വെച്ച് അങ്ങനെയൊക്കെയുള്ള ലേ ഔട്ടുകൾ സ്കെച്ച് ചെയ്തൊക്കെയാണ് പണ്ടത്തെ ഡിസൈനേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ കാലക്രമം വന്നു കഴിഞ്ഞു. ഇപ്പോൾ AI എല്ലാം കൈയടക്കി. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. ഞാൻ പറയാൻ വന്ന അത്രയും കാര്യങ്ങളേ ഉള്ളൂ. സിമ്പിൾ കാര്യം. നമ്മൾ ഗൂഗിള് ഉപയോഗിച്ച് കുറേ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. ഗൂഗിള് പോലെ നമുക്ക് മറ്റൊരു സൈറ്റ് ഉണ്ട്, പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സൈറ്റ്. അതും കൂടെ ഒന്ന് പറഞ്ഞു പോവേണേ, ഒന്ന് എഴുതി വെച്ചോ. പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഈ സൈറ്റ് ചിലർ ഉപയോഗിക്കുന്നുണ്ടാവും. ഇതൊരു സോഷ്യൽ മീഡിയ സൈറ്റാണ് പിൻട്രസ്റ്റ്. പിൻട്രസ്റ്റ് എന്തൊക്കെയാണ് സഹായിക്കുന്നത്? പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ PINTEREST ആണ് പിൻട്രസ്റ്റ്. ഈ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമേജുകൾ സെർച്ച് ചെയ്ത് തരുന്നതാണ്. ഈ ഡിസൈനേഴ്സ് കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ഒരു പകുതി ഡിസൈനേഴ്സ് ആയിക്കഴിഞ്ഞു അല്ലേ? നമ്മളിപ്പോൾ ഒരാളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിലും നമ്മളൊരു ഡിസൈനറാണ്. ഇപ്പോൾ ഇതിൽ 60-30-10 റൂള് ഈ ഒരു പോസ്റ്ററിൽ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കി, വളരെ മിനിമലിസ്റ്റ് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാണുന്ന ഡിസൈനുകളിലൊക്കെ ഈ റൂളിൻ്റെ കാര്യം നോക്കിയോ. ഇത് ഡിസൈനിൽ മാത്രമല്ല, മൂവിയിലും സിനിമാറ്റിക് രീതിയിലൊക്കെ അവർ ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. ഇനി പിൻട്രസ്റ്റിൻ്റെ ഉപയോഗം പറഞ്ഞോട്ടെ. പിൻട്രസ്റ്റിൽ നമുക്കൊരു സെർച്ച് ഏരിയ ഉണ്ട്. ഇതിനകത്ത് നമ്മളെ പണിക്ക് പറ്റുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഈ സെർച്ച് ഏരിയയിൽ വന്നിട്ട്
നമുക്ക് എന്താണ് ടീച്ചേഴ്സിന് എന്തൊക്കെയാണ് വേണ്ടേ? വർക്ക്ഷീറ്റുകൾ ഇതാ കിടക്കുന്നത്, മലയാളം വർക്ക്ഷീറ്റ് ക്ലാസ് 5. നോക്കട്ടെ, അതിൻ്റെ അകത്ത് ഇതാ കുഞ്ഞെഴുത്ത് ഒക്കെ കിടപ്പുണ്ട്. ഇന്ന് ഗൂഗിളിൽ അടിച്ചാലും കിട്ടുന്നത് തന്നെയാണ്. നമുക്കിപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം എടുത്തിട്ട് ചാറ്റ് ജി പി ടിയോട് എനിക്ക് ഇതുപോലത്തെ ഒരു 10 ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞാൽ, ഓരോന്ന് യുണീക്ക് ആയിരിക്കണമെന്ന് പറഞ്ഞാൽ ചാറ്റ് ജി പി ടി ചെയ്തു തരും. ഓക്കെ, ഇതൊരു ചെറിയ ഹാക്കാണ്. ഇങ്ങനത്തെ സംവിധാനം കുഞ്ഞെഴുത്തൊക്കെ ഇതാ കിടപ്പുണ്ട്, കുഞ്ഞു വായനയും കുഞ്ഞെഴുത്തും ഒക്കെ ഇതാ കിടപ്പുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് എടുത്തിട്ട് നമ്മുടെ ചാറ്റ് ജി പി ടി കൊടുത്ത് മറ്റൊരു ഫോർമാറ്റ് ആക്കാം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സൈറ്റ് പരിചയപ്പെടുത്തിയത്. ഇതിനകത്ത് ദേ ഈ കാണുന്നില്ലേ, ഈ കുഞ്ഞെഴുത്ത്, കുട്ടിയാനാ നീ ആര്, ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളെ ഡെയിലി ഉള്ള വർക്കുകളിലൊക്കെ ഇതൊക്കെ എടുത്തൊക്കെയാണ് ചെയ്തത്. ഇതൊന്ന് ഒരു റെഫറൻസ് പിടിച്ചിട്ട് അതുപോലെ മറ്റൊരെണ്ണം തയ്യാറാക്കി ഇപ്പൊ കഥ പൂർത്തിയാക്കുക. ഈ കാണുന്ന ഒരെണ്ണം. അപ്പോൾ ഈ ഡിസൈനിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളെ കുറച്ചും കൂടെ മറ്റൊരു തലത്തിലാണ് ഇന്ന് ലോകം പോകുന്നത്. ആരെയും കാല് പിടിച്ച് എനിക്കൊരു പോസ്റ്റർ തയ്യാറാക്കി തടേ എന്നൊക്കെ പറഞ്ഞ് പിറകെ നടക്കേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ സ്വന്തമായിട്ട് അങ്ങ് ചെയ്യും. ഇതൊന്ന് എടുത്തിട്ട് ഒരെണ്ണം ഞാൻ ചെയ്തങ്ങ് കാണിച്ചു തരാം. ഇത്രയും പറഞ്ഞതല്ലേ. ഈ കുഞ്ഞു വായന എന്ന് പറഞ്ഞ പപ്പടം ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് ഈ സാധനം ഞാൻ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ഇതുപോലെ ഇതിനെ ആദ്യം ടെക്സ്റ്റ് ആക്കി മാറ്റും. അപ്പോൾ അതിനാദ്യം ഇവിടെ നിന്ന് കോപ്പി ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് കോപ്പി എടുത്തു. എന്നിട്ട് എവിടെ പോവും? ചാറ്റ് ജി പി ടി പോവും. ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി ടി പോയിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പോലെ ആ ഇമേജിനെ അവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇമേജ് ടു ടെക്സ്റ്റ്, ഇമേജ് ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. തെറ്റില്ലാതെ വന്നാൽ എനിക്ക് എൻ്റെ ഭാഗ്യം. നോക്കട്ടെ, ചാറ്റ് ജി പി ടി റെഡി ആയാന്ന്. കുഞ്ഞു വായന പപ്പടം, ഇതാണ് പപ്പടം വേണം, പപ്പടം വാങ്ങണം, പപ്പടം തരുമോ, പപ്പടം തന്നു, പപ്പടം കിട്ടി, പപ്പടം ചുട്ടു, പപ്പടം തിന്നു, നല്ല രസം. ഓ ഭാഗ്യം, ഒരു തെറ്റും ഇല്ലാതെ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞു വായന എനിക്ക് കിട്ടിയല്ലോ. ഞാൻ ഇതിനെ നമ്മൾ ചാറ്റ് ജി പി ടിയിൽ എന്തോന്ന് ചെയ്യും ടീച്ചേഴ്സ്, ആരെങ്കിലും ഒന്ന് പറയുമോ? ക്രിയേറ്റ് മീ അനദർ ടൈപ്പ് അനദർ ടൈപ്പ് എൻ്റെ വായിൽ വന്ന ഒരു സ്ക്രിപ്റ്റാണ്, ഒരു പ്രോംപ്റ്റാണ്. ഇതിൻ്റെ പ്രത്യേകിച്ചൊരു ഇല്ല. ഇതിന് എത്രയും കോപ്പി ചെയ്തിട്ട് ഈ യുണീക്ക് വൺ, മറ്റൊരു യുണീക്ക് വൺ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ധന്യ ഓടിയോ. ഒരു കോള് വന്നു, സോറി. എനിക്ക് പപ്പടം വേണം എന്നുള്ളതിൻ്റെ മറ്റൊരു രൂപം ഉണ്ടാക്കി തരും എന്നുള്ളതാണ് പ്രതീക്ഷ. അത് തരട്ടെ, അതവിടെ കിടക്കട്ടെ. അത് നമ്മൾ ഡിസൈനിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന സാധനമൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യും, അതിൽ കൂടുതലും മോഡിഫൈ ചെയ്യും. അമ്മ വരൂ, അമ്മ ഇരിക്ക്, അമ്മ ഭക്ഷണം വേണം, അമ്മ എനിക്ക് തരുമോ, അമ്മ തന്നു, ഞാൻ കഴിച്ചു, ഞാൻ വളരെ നല്ലത്, അമ്മ പുഞ്ചിരിച്ചു, എനിക്ക് സന്തോഷം. അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടി. ഇപ്പോൾ ഈ കുഞ്ഞു വായന എനിക്ക് കിട്ടി. ഞാൻ ഇതിനെ സേവ് ചെയ്ത് എൻ്റെ കമ്പ്യൂട്ടറിലാക്കി. ഇപ്പോൾ സേവ് എന്ന് പറഞ്ഞ് ചോദിച്ചു, എവിടെ സേവ് ചെയ്യണം? ഡൗൺലോഡ് ഫോൾഡറിൽ സേവ് ചെയ്യണം. ഞാൻ 1A എന്ന പേരിൽ സേവ് ചെയ്തു. ഇനി എനിക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് മാറ്റങ്ങളൊക്കെ വരുത്തണം. അത് നമ്മൾ ഇതുവരെ പഠിച്ചില്ലല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളത് പഠിക്കും. ഒരുപാട് പേര് സംശയം ഇങ്ങനെ മനസ്സിൽ കാണും. ഞാൻ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. റെക്കോർഡിങ് ഓക്കെയാണ്. ഓക്കെ, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് നമുക്കത് എങ്ങനെ ചെയ്യാം? എന്ത് ചെയ്തു ഞാൻ? ആദ്യം ഒരു പിക്ചർ പിൻട്രസ്റ്റ് നിന്ന് എടുത്തുകൊണ്ട് വന്നു, ഇവിടെ കൊണ്ട് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. പപ്പടം വേണം, പപ്പടം, അതിൻ്റെ മറ്റൊരു വെർഷൻ ഉണ്ടാക്കുകയാണ് എൻ്റെ ലക്ഷ്യം.
ക്രിയേറ്റ് മീ അനദർ യുണീക്ക് വൺ എന്ന് ചുമ്മാ എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രോംപ്റ്റ് കൊടുത്തു. അപ്പോൾ കുഞ്ഞു വായന എന്ന് പറഞ്ഞ് മറ്റൊരെണ്ണം തയ്യാറായി. ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പപ്പടം വേണം മാറി അമ്മ വന്നു. എല്ലായിടത്തും അമ്മയാണ് കിടക്കുന്നത്. പപ്പടം മാറി അമ്മയായി. അപ്പോൾ അതിൽ കുറേ തെറ്റുകളൊക്കെ വന്നു. അപ്പം അമ്മ വരൂ വരൂ എന്നേ ഉള്ളൂ. അമ്മ വരൂ എന്നാക്കണം. അതൊക്കെയാണ് എൻ്റെ ആവശ്യം. അമ്മ ഇരിക്ക്. അമ്മ ഭക്ഷണം വേണം. അമ്മ ഭക്ഷണം വേണം. അമ്മ എനിക്ക് ഭക്ഷണം വേണം. നമുക്ക് പല രീതിയിൽ ഇതിനകത്ത് ചെയ്യാം. അതിനൊരു പ്ലാൻ വേണം എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെ ഞാനൊരു ടെക്സ്റ്റ് ആക്കിയാൽ കൂടുതൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഇത് ഇമേജ് ആക്കിയാണ് ഈ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഇതിൻ്റെ ടെക്സ്റ്റ് ഫോർമാറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇമേജ് ടു ടെക്സ്റ്റ്. അപ്പോൾ എനിക്കിത് ടെക്സ്റ്റ് ആക്കി തരും. അമ്മ വരൂ, കുഞ്ഞു വായന. അതാ വന്നിട്ടുണ്ടാ ടെക്സ്റ്റ് ആയിട്ട് കിട്ടി. ഡൗട്ടൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ, കാരണം ഇതൊക്കെ നമുക്ക് സ്ഥിരം ആവശ്യം വരുന്ന സാധനമാണ്. അപ്പോൾ അത് കിട്ടി. എനിക്ക് കൂടെ പറയാം. ആദ്യം എന്ത് ചെയ്തു? പിൻട്രസ്റ്റ് നിന്ന് ഇമേജ് കൊണ്ടുകൂടെ പേസ്റ്റ് ചെയ്തു. ഇമേജ് ടു ടെക്സ്റ്റ് കൊടുത്തു. ഇങ്ങനെ കിട്ടി. ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ക്രിയേറ്റ് മീ അനദർ യുണീക്ക് എന്നാണ് മറ്റൊരെണ്ണം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് ഇമേജ് ആക്കിയാണ് തന്നത്. ഇമേജ് വേണ്ട, എനിക്ക് ടെക്സ്റ്റ്, ഇമേജ് ടു ടെക്സ്റ്റ് എന്ന് വീണ്ടും കൊടുത്തപ്പോൾ കുഞ്ഞു വായന ഇങ്ങനെ എനിക്ക് കിട്ടി. ഞാൻ ഇതിനെല്ലാം കൂടെ കോപ്പി ചെയ്തു. ഇനി എങ്ങനെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം? എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാം? ഒന്ന്, ഗൂഗിൾ എടുത്ത് മംഗ്ലീഷ് കീബോർഡ് എടുത്ത് അവിടെ ഇട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാം. മംഗ്ലീഷ് കീബോർഡ്. മംഗ്ലീഷ് എന്ന് പറഞ്ഞ ടൂളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു മംഗ്ലീഷ് കീബോർഡിനെ കുറിച്ച്. അതിനകത്ത് ഇവനെ അത്രയും പേസ്റ്റ് ചെയ്ത് വെച്ച് അതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. കുഞ്ഞു വായന നടക്കണം. അമ്മ വരൂ, അമ്മ വരൂ എന്ന് തന്നെ കിടക്കണേ. ഇതിൽ വന്നപ്പോൾ കറക്റ്റായി. എനിക്ക് ഇമേജിൽ നിന്ന് ടെക്സ്റ്റ് ആയപ്പോൾ കറക്റ്റാക്കി തന്നു കേട്ടോ. അമ്മ ഇരിക്കൂ, അമ്മ ഭക്ഷണം വേണം. എനിക്ക് അമ്മ എനിക്ക് എനിക്ക് ഭക്ഷണം വേണം. ഓ, ഭക്ഷണം പോയല്ലേ. എനിക്ക് എനിക്ക് ഭക്ഷണം വേണം. അമ്മ എനിക്ക് തരുമോ? അമ്മ തന്നു. അമ്മ ഞാൻ കഴിച്ചു. ഞാൻ വളരെ നല്ല. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് കൺട്രോൾ C അടിച്ച് കോപ്പി അടിച്ചിട്ട് ഇവിടെ വന്നിട്ട് അതിനെ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ഇമേജ് ഓഫ് ദിസ് വർക്ക്ഷീറ്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്ത് കൺട്രോൾ V കൊടുത്തു. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? വർക്ക്ഷീറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതൊരു വർക്ക്ഷീറ്റ് ആക്കി തരാനാണ് ഞാൻ പറഞ്ഞത്. ക്രിയേറ്റ് ഇമേജ് ഓഫ് ദിസ് വർക്ക്ഷീറ്റ്. ഇതിൻ്റെ ഒരു വർക്ക്ഷീറ്റ് ബ്രാക്കറ്റ് കൊടുത്ത് അതിനകത്ത് ഈ ഞാൻ എഡിറ്റ് ചെയ്ത സാധനമൊക്കെ കൊടുത്തു. അപ്പോൾ അത് അവിടെ തയ്യാറായിക്കോട്ടെ. ആ ഇമേജ് ആയി കിട്ടിയായിട്ട് വേണം നമുക്ക് ഇതിനെ ക്യാൻവയിൽ കൊണ്ടുപോയി അവിടെ ഇട്ട് എഡിറ്റ് ചെയ്യാം. അതവിടെ റെഡിയായി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. മംഗ്ലീഷ് കീബോർഡ് മലയാളം ടൈപ്പ് ചെയ്യാം. നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് മലയാളത്തിലാക്കി തരുന്ന നമുക്ക് വളരെ സഹായകരമായ ഒരു ടൂളാണ്. കുഞ്ഞു വായന. അത് അമ്മയും തന്നു. അമ്മയുണ്ട്, കുഞ്ഞുമുണ്ട്. ഓക്കെ. നമ്മൾ എന്താ ചെയ്യണം? ഇതിനെ സേവ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് ഇവിടെ വീണ്ടും വരൂ എന്നേ വന്നിട്ടുള്ളൂ. അവിടെ നിന്ന് ഇങ്ങനെ എത്തിയപ്പോൾ വീണ്ടും പോയി. അപ്പോൾ എന്ത് ചെയ്യും? കോപ്പി എടുക്കും. കോപ്പി ഇമേജ് എടുത്തിട്ട് ഇനിയാണ് പരിപാടി. ഗൂഗിൾ എടുക്കുക. google.com എടുക്കുക. google.com എടുത്ത് അതിനകത്ത് ക്യാൻവ എന്ന് അടിച്ചു കൊടുക്കുക. ക്യാൻവ ഇനിയാണ് നമ്മുടെ പ്രധാന ടൂളാണ് ക്യാൻവ. ഇതുവരെ ഉപയോഗിച്ചവർക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഞാൻ ക്യാൻവ കൊടുത്തപ്പോൾ ഇപ്പം എന്താ അവിടെ നടക്കുന്നത്? എൻ്റെ ജിമെയിലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്, ലോഗിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജിമെയിലിൽ ലോഗിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ ജിമെയിലിൽ ലോഗിൻ ആയി കഴിഞ്ഞു. ഓക്കെ. ഇപ്പൊ ഈ കാണുന്നതാണ് ഒരു ക്യാൻവ എന്ന് പറയുന്ന
ഫോട്ടോ എഡിറ്റ് ചെയ്യാം, വീഡിയോ എഡിറ്റ് ചെയ്യാം, നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഒക്കെ തയ്യാറാക്കാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് നമ്മൾ ഈ കാണുന്ന ക്യാൻവ. നമ്മളെ ഈ വർക്ക്ഷീറ്റുകളൊക്കെ നമ്മൾ ഈ ക്യാൻവയിൽ കൊണ്ടുപോയാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇതുപോലുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ സൈസ് സെറ്റ് ചെയ്യണം. ഈ ഫ്രണ്ടിൽ ഈ കാണുന്ന ഏരിയയിൽ നമ്മൾക്ക് വേണ്ട ഡിസൈനിനെ കുറിച്ച് ടൈപ്പ് ചെയ്യാനുള്ള സെക്ഷനാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ വരാം. ഇവിടെ വരും കുറേ ഐക്കൺസിനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഇനി ഇതും പോരെങ്കിൽ ഇവിടെ ക്രിയേറ്റിലും വെച്ചിട്ടുണ്ട്. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും കാണിക്കും ക്രിയേറ്റ്. പ്രിന്റബിൾസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് ചെയ്യുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പ്രിന്റബിൾസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലയർ വെച്ചിട്ടുണ്ട്, കാർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു A4 ഷീറ്റ് തന്നെ അങ്ങ് എടുക്കാം. A4 ഷീറ്റിനകത്ത് നമ്മൾ ആ കോപ്പി എടുത്ത സാധനത്തിനെ അങ്ങ് പറയാം. ഇവിടെ A4 എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. A4 മുകളിൽ സെർച്ച് ഏരിയയിൽ A4 എന്ന് അടിച്ചപ്പോൾ ഡോക്യുമെന്റ് ഈ കളറിലുള്ളത് ഇപ്പോൾ എടുക്കണ്ട, നമുക്ക് ഇങ്ങനത്തെ ഈ കളറൊക്കെ നോക്കിയാൽ A4 പോർട്രേറ്റ്. ക്യാൻവ ക്ലിക്ക് ചെയ്തു, ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പം ഇങ്ങനെ കിട്ടി. ഇതിനകത്ത് പ്രിന്റബിൾ എന്ന് പറയുന്ന ആ ഓപ്ഷൻ എടുത്ത് A4 എന്ന് പറഞ്ഞു കൊടുത്തു. ഒരു A4 ഷീറ്റ് നമുക്ക് തയ്യാറായി ഇതാ വന്ന്. ഈ കാണുന്നതാണ് നമ്മുടെ A4 ഷീറ്റ്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു A4 ഷീറ്റ് ഉണ്ട്. ഇതാണ് ആ പേപ്പർ. നമ്മൾ ഡോക്യുമെൻറ്റിലൊക്കെ കാണിക്കുമ്പോൾ വേർഡ് പോലുള്ള ഡോക്യുമെൻറ്റിൽ കാണുന്നു. വളരെ ലളിതമാണ്. ഇപ്പുറത്തെ സൈഡിൽ ടൂൾ ബോക്സിൽ കുറച്ച് ടൂളുകളുണ്ട്. ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യും. ഇപ്പം നിലവിൽ ഒന്നും ചെയ്യില്ല. നമ്മൾ ആ കോപ്പി എടുത്ത ഇവിടെ കുഞ്ഞു വായന ഇവനെ എടുത്ത് കോപ്പി എടുത്തില്ലേ, ഇവനെ എടുത്ത് ഇതുപോലെ എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. പേസ്റ്റ് ചെയ്യാൻ Ctrl+V. അതിനെ എടുത്ത് ഇവിടെ വെച്ചു, വലുതാക്കി. ഒരുപാട് പേര് സംശയം പറഞ്ഞാണ് എങ്ങനെ ഞാൻ തയ്യാറാക്കിയ വർക്ക്ഷീറ്റ് കറക്റ്റ് ചെയ്യാം. അമ്മ വരൂ, ഇതെവിടെ കിടപ്പുണ്ട്? അമ്മ വരൂ. ഈ അമ്മ വരൂവിനെ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി എടുത്ത് ഇവിടെ വരാം. ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ്? ഇവിടെ ടെക്സ്റ്റ് ടൂളുണ്ട്. ടെക്സ്റ്റ് ടൂൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ആഡ് ഹെഡിങ്, സബ് ഹെഡിങ്, ബോഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു മീഡിയം ലെവലിൽ ഈ ആഡ് ഹെഡിങ് എന്ന് പറയുന്ന സാധനം ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ആഡ് എ ഹെഡിങ് എന്ന് പറഞ്ഞ സാധനം വന്നു. അതിനകത്ത് പേസ്റ്റ് ചെയ്യാം. അമ്മ വരൂ. കണ്ട? അമ്മ വരൂ ഒന്നാണ്ട. അമ്മ വരൂ. ഇതിനടുത്ത് നമുക്ക് ഇവിടെ കൊണ്ട് ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ വയ്ക്കുമ്പോൾ ബാക്കിലത്തെ ടെക്സ്റ്റ് നമുക്ക് കാണും അല്ലേ? കാണൂലേ? തീർച്ചയായും കാണും. അപ്പോൾ ഇതിനെ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് അടുത്തത് നോക്കിക്കോണം. ഈ ബോൾഡാണ് ഇത്. ബോൾഡ് മാറ്റിയിട്ട് നോർമലാക്കുക. ബോൾഡ് കൊടുത്താൽ വീണ്ടും ബോൾഡ് ആവും. ഇത് ബോൾഡായിട്ട് തന്നെ ഇരിക്കട്ടെ. അമ്മ വരും. ഇനി ഞാൻ ഇതിനകത്ത് എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എഫക്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ഓപ്ഷൻ വരും. ബാക്ക്ഗ്രൗണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞ കളർ വന്നു. ഇതാണ് താരം. നമ്മൾ ഇനി ഇത് വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യണം. അമ്മ വരൂ. അതിനെ ഒന്ന് ചെറുതാക്കി. ഇപ്പം മനസ്സിലായോ ഐഡിയ? ഇങ്ങനെ 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 നമുക്ക് ചെയ്യാം. ഈ മഞ്ഞ കളർ വേണ്ട, പകരം വെള്ള കളർ മതി. ഇതാ അടക്കണം വെള്ള. ഇതാ വെള്ള കളർ. അമ്മ വരൂ. അമ്മ എനിക്ക് ഭക്ഷണം വേണം. ഇതുപോലെ എന്ത് സാധനം വേണം നമുക്ക് മാറ്റം. എനിക്ക് തരുമോ? അമ്മ എനിക്ക് തരുമോ? അമ്മ തന്നു, ഞാൻ കഴിച്ചു, വളരെ നല്ലത്, അമ്മ പുഞ്ചിരിച്ചു, എനിക്ക് സന്തോഷം. ഈ കുഞ്ഞു വായന എനിക്ക് മാറ്റണം, വേറൊരു ടെക്സ്റ്റ് വയ്ക്കണം. എന്ത് ചെയ്യാം? അതും നമുക്ക് വഴിയുണ്ട്. ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം കുഞ്ഞു വായനയ്ക്ക് പകരം വേറെ നിർദ്ദേശിക്കാനുണ്ടോ ആർക്കെങ്കിലും? കുഞ്ഞു രചന. കുഞ്ഞു രചന. കുഞ്ഞു രചന എന്ന പേര് കൊടുക്കാം. ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ടെക്സ്റ്റ് ഉണ്ട്, അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്തു. കുഞ്ഞു രചന വന്നു. കുഞ്ഞു രചന എടുത്ത് ഇവിടെ കൊണ്ടുവച്ച് അവനെ ചെറുതാക്കി.
ഇത് മാത്രം ചെയ്താൽ പോരാ, നേരത്തെ ചെയ്ത സൂത്രം കൂടെ ചെയ്യണം. അതെന്തായിരുന്നു? എഫക്ട്സിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ, ഇതിനകത്തൊക്കെ ഒരുപാട് സാധനമുണ്ട്, അതൊക്കെ പിന്നീട് പരീക്ഷിച്ച് നോക്കാം. നമ്മളിപ്പോൾ ഓരോ ടൂള് മാത്രമേ പരിചയപ്പെട്ടുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് മഞ്ഞ വന്നു. മഞ്ഞ വന്നിട്ട് ഇനി വേണ്ടത് എന്താ? ഈ കളർ, ഈ കാണുന്ന കളർ ഇതിന് കിട്ടണം. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര പാടാണ്. ഇത് കണ്ടോ, ഇത് കൊടുത്താലൊന്നും ഈ കളർ വരില്ല. ഇല്ലെങ്കിൽ ഇതിനെ പിടിച്ച് ഇങ്ങനെ വലിച്ചൊക്കെ വെക്കണം. അതൊക്കെ ഒരു എന്തായാലും അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ, ഇതിപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, എടുക്കാൻ പറ്റാത്ത കളറായിരുന്നു, എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ കൊണ്ടുവയ്ക്കാൻ പാടല്ലേ. അപ്പോഴാണ് ഇതിനകത്തൊരു ടെക്നിക്ക് കിടക്കുന്നത്. ഈ പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറുകൾ ഇവിടെ കാണിക്കും. ഇതൊന്ന് ശ്രദ്ധിച്ചോണം, രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ പറഞ്ഞുതരാം. ആഡ് എ ന്യൂ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരും, പുതിയ കളറുകളൊക്കെ വരും. അതിനകത്ത് ഇവിടെ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ കളറൊക്കെ മാറുന്നത് കാണാം. അവിടെ ഒന്നും കഷ്ടപ്പെടേണ്ട. താഴോട്ട് വരുമ്പോൾ ഒരു പിക്ക് എ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതെടുക്കുക, ഇവിടെ കൊണ്ടുവന്ന് ദാ ഈ കളറിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ കണ്ടോ, ആ കുഞ്ഞു രചന അതിനകത്ത് ഫിക്സായി. ഇനി ഇതിനകത്ത് ചെറിയ ഒരു എഡിറ്റിംഗ് കൂടെ ഉണ്ട്. ഈ റൗണ്ട്നെസ്സും സ്പ്രെഡും ഒക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കാൻ പറ്റും. കൊണ്ട് വെച്ചിട്ട് ഇപ്പൊ ഇത് പക്കയായി, അവിടെ കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നിറം നമുക്ക് കൊടുക്കാനായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള നിറം, ഇങ്ങനെയൊക്കെ വേണം നമ്മൾ എഡിറ്റ് ചെയ്യാൻ. ക്യാൻവയിൽ വന്നു. നമ്മൾ ഈ ചാറ്റ് ജി പി ടിയിൽ തരുന്ന തെറ്റുകളൊക്കെ, വരുന്ന അക്ഷര തെറ്റുകളൊക്കെ നമ്മൾ ഇതുപോലെ ക്യാൻവയിൽ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് മാറ്റും, ശരിയാക്കും. ഇനി ഒരു വർക്ക്ഷീറ്റും കൂടെ ഒന്ന്, ഞാൻ ചെയ്ത വർക്ക്ഷീറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് എടുത്ത് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഒന്നും കാണുന്നില്ല, വർക്ക്ഷീറ്റ് ഒന്നും കാണുന്നില്ല. ഒരെണ്ണം പുതുതായിട്ട് ചെയ്യാം. ക്രിയേറ്റ് മീ വർക്ക്ഷീറ്റ് ഫോർ സ്റ്റാൻഡേർഡ് ഫോർ മാത്സ്. 4ാം ക്ലാസ്സിൻ്റെ ഒരു വർക്ക്ഷീറ്റ് തയ്യാറാക്കി തരാൻ പറയാണ്. നമുക്ക് മലയാളത്തിലാണല്ലോ തെറ്റുകൾ വരണം. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയേ. ഓക്കെ, ഇതിപ്പോൾ ഒരു വർക്ക്ഷീറ്റ് കണ്ടോ, തയ്യാറായി വന്നു കഴിഞ്ഞു. നമുക്കിത് മലയാളത്തിലുള്ള ക്രിയേറ്റ് മീ മലയാളം വർക്ക്ഷീറ്റ്, മലയാളം വർക്ക്ഷീറ്റ് ഫോർ സ്റ്റാൻഡേർഡ് ഫോർ മാത്സ്. അതെങ്ങനെ മനസ്സിലാക്കി എടുത്തു എന്ന് നോക്കട്ടെ. ഓക്കെ, ഇനി അതിനെ ക്രിയേറ്റ് മീ ഇമേജ് ഓഫ് ദിസ് വർക്ക്ഷീറ്റ്. നമ്മൾ സാധാരണ സംസാരിക്കുന്ന ആ ഭാഷ അത് തന്നെയാണ്. അതുപോലെ നീ അത് എടുത്തിട്ട് വാ, ഇത് എടുത്തിട്ട് വാ, ഇത് ചെയ്യും, മറ്റത് ചെയ്യുമെന്ന് പറയല്ലേ, അതേപോലെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഇതൊന്നും നമുക്ക് കാണാതെ പഠിക്കണ്ടല്ലോ, നമ്മൾ വളരെ ലളിതമായ ഭാഷയല്ലേ. ഇനി മലയാളത്തിലും കൊടുക്കാം കേട്ടോ, ഇത് ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കണമെന്നില്ല. മലയാളത്തിലും നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാം, അത് വർക്ക് ചെയ്യും. മറ്റ് ഭാഷയൊന്നും ഞാൻ പരീക്ഷിച്ചിട്ടില്ല. തമിഴും മറ്റ് ഭാഷകളൊക്കെ നിങ്ങളൊന്ന് അറിയാമെന്നുള്ളവരെ നോക്കി നോക്കുക. വരട്ടെ. അതിനെ നമ്മൾ ഇതുപോലെ ക്യാൻവയിൽ കൊണ്ടുവന്ന് നമുക്ക് പുതിയൊരു പേജൊക്കെ ആഡ് ചെയ്ത്, ഇത് പുതിയ പേജ് ആഡ് ചെയ്യണതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പേജ് വരും. അതതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ ഒന്നിൻ്റെ തന്നെ 2 എണ്ണം വരും. വരട്ടെ. ആയി വരുന്നു, വരട്ടെ. നമുക്ക് ഇത് പെട്ടെന്ന് ഇപ്പം തീരും. നമുക്ക് അടുത്ത ഡൗട്ട് സെക്ഷൻ ഒരു 15 മിനിറ്റോളം വേണം. അപ്പം നിങ്ങൾ ചോദിക്കേണ്ട സംശയങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ ഒന്ന് ഈ ഇന്നത്തെ ദിവസം ചോദിക്കാൻ റെഡി ആയിട്ടിരുന്നോയേ.
ഏറ്റവും കൂടുതൽ സംശയം വരേണ്ട ദിവസമാണ് ഇന്ന്. ഞാനിതിനെ അവിടെ നിന്ന് കോപ്പി ചെയ്തു. നമ്മുടെ ചാറ്റ് GPT തയ്യാറാക്കി തന്ന ഗണിത പ്രവൃത്തി പത്രം. ഉഫ് 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 ഉഫ്. അങ്ങനെയൊക്കെ പറയൂ. ഓ, വർക്ക് ഷീറ്റിനെ അത് അങ്ങനെ ആക്കിയതാണ്. പ്രവൃത്തി പത്രം, വെരി ഗുഡ്. അപ്പോൾ അതിനെയൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് മാറ്റാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ടെക്സ്റ്റ് ബോക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. ഗണിതം രസകരമാക്കാം, കൂട്ടലും കുറയ്ക്കലും. ബാക്ക്ഗ്രൗണ്ടിൽ മറ്റൊരു കളർ കൊടുത്തിരുന്നത് നന്നായിരുന്നു. ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒരു പിങ്ക് കളർ. പിങ്ക്. വൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് എടുത്ത് വെക്കുമ്പോഴൊക്കെ പ്രശ്നം വരികയല്ലേ. അപ്പോൾ ഇതിനെടുത്ത് കളഞ്ഞിട്ട് ഒരു പിങ്ക് ബാക്ക്ഗ്രൗണ്ട് കൂടെ കൊണ്ടുവന്ന് അതിനകത്ത് ഇതിനെയൊക്കെ എടുത്ത് വെക്കാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അത് പ്രോസസ്സായി വരാൻ സമയം പിടിക്കും നമ്മൾ ഈ ചെയ്തതിലൊക്കെ. ക്യാൻവ എടുത്തു, ക്യാൻവയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു, പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു കുറച്ചും കൂടെ കൂടി കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പിങ്ക് കളർ കിട്ടും. യെസ്, കിട്ടി. കോപ്പി ഇമേജ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ്. ഇങ്ങനത്തെ കുറേ ഒക്കെ ഒന്ന് ചെന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണേ. ഈ പ്രവൃത്തി പത്രം എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് ഇംഗ്ലീഷിൽ വർക്ക്ഷീറ്റ് എന്ന് അടിച്ച് അതിനെ കൊണ്ട് മലയാളമാക്കി ഇടയാണേ. വർക്ക്ഷീറ്റ്, 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 വർക്ക്ഷീറ്റ്. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിവിടെ കൊണ്ടുവന്ന് ഈ പ്രവൃത്തി പത്രത്തിന്റെ മുകളിലാണ് ഈ ഞാൻ ഉദ്ദേശിച്ച ടെക്സ്റ്റ് കൊണ്ടുവരാൻ പോകുന്നത്. ആഡ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു, പേസ്റ്റ് ചെയ്തു, അവനെ പിടിച്ച് വലുതാക്കി വലുതാക്കി ഇവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഈ പ്രശ്നം വന്നു. കണ്ടോ? എന്ത് ചെയ്യാം? ഒന്നിൽ ഗണിത വർക്ക്ഷീറ്റ് എന്ന് ഒരുമിച്ച് കൊടുത്താൽ ഒറ്റ ഫോണ്ടിൽ കിട്ടും. അപ്പൊ അതും കൂടെ ഒന്ന് കൊണ്ടുവരാം. ഗണിത, അയ്യോ ഇതൊന്നും ഇങ്ങനെ പറഞ്ഞ ഗണിത, ഗണിത വർക്ക്ഷീറ്റ്. ഓക്കെ, ഇപ്പൊ കുറച്ചും കൂടെ ബെറ്റർ ആയി. ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനമാണ് എനിക്ക് ഇതിന്റെ മുകളിൽ വയ്ക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഈ ടെക്സ്റ്റിനെടുത്ത് ഇവിടെ വെച്ചു, എന്നിട്ട് എഫക്ട്സ് എടുത്തു, ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. ബാക്ക്ഗ്രൗണ്ടിൽ താഴെ നേരത്തെ കളർ മാറ്റാൻ വേണ്ടി ഈ യെല്ലോയിൽ ക്ലിക്ക് ചെയ്ത്, എന്നിട്ട് ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്തു, ഈ കളർ പിക്കർ എടുത്തു, ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. വാവ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ കുറച്ച് കൊടുക്കണം. മുകളിലുള്ള ഈ ഈ സംഭവങ്ങളൊക്കെ ഇതിനെയൊക്കെ കുറച്ച് കൊടുത്ത് ഇതിനെ ചെറുതാക്കി കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്ഷൻ എഫക്ട്സിൽ തന്നെ പോകണം. എന്നിട്ട് ഈ സ്പ്രെഡ്നെസ് ഒക്കെ ഒന്ന് കുറച്ച് അതിൻ്റെ റൗണ്ട്നെസ്സും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കാം.
ഇപ്പൊ ഗണിതത്തിന്റെ നീയൊക്കെ അത് എടുത്തോണ്ട് പോവുകയാണെ, മുകളിലും നോക്കണം. കണ്ട ആ സ്റ്റാൻഡേർഡ് ഒക്കെ മാറിക്കിടക്കുകയാണ്, അതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ എഫക്സിൽ പോയിട്ട് സ്പ്രെഡ്നെസ് മാക്സിമം കുറച്ച് വയ്ക്കാം. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇതാണ് എൻ്റെ ഒരു പോംവഴി. ഇതുപോലെ കളർ പിക്കർ എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ചില സ്ഥലങ്ങളിൽ മറക്കേണ്ട ആവശ്യമൊക്കെ വരുമ്പോൾ ഈ എലമെന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. എലമെന്റ്സ് ഇതിനകത്ത് ഒരുപാട് ടൂളുകൾ നമുക്ക് എടുക്കാൻ പറ്റും. സെർച്ച് കൊടുത്താൽ മതി. ഇപ്പൊ ഷേപ്പുകൾ, പലതരം ഷേപ്പുകൾ വേണമെങ്കിൽ ഷേപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഷേപ്സ് നമുക്ക് കിട്ടും. കണ്ടോ, ഈ ഷേപ്പുകളൊക്കെ എടുത്ത് നമുക്ക് പലതിനെയും മറച്ചൊക്കെ വയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് സാധാരണ ആളുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സർക്കിൾ എടുത്ത് അതിനകത്ത് വയ്ക്കുക, സർക്കിളിനെ ചെറുതാക്കി. ഇപ്പം ഇത് കാണണ്ടായെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ട് ഇവിടെ വയ്ക്കാം. അതിൻ്റെ അവിടെ ഒരു ഗേളിൻ്റെ പടം കൊണ്ട് വയ്ക്കാം. ഗേൾ കൊടുത്ത് സെർച്ച് കൊടുത്തു, ഇപ്പോൾ കുറേ ഗേൾസ് വരും. വരൂലേ? വരും വരും, വരേണ്ടതാണ്. വരും. ഇതാ വന്നു ഗേൾ. ഈ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടന്നു, അതുകൊണ്ടാണ് വരാത്തത്. ഓൾ കൊടുത്തപ്പോൾ വന്നു. അപ്പോൾ ഒരു ഗേളിനെ ഇതാ വന്നു. ഈ ഗേളിനെ പിടിച്ച് ചെറുതാക്കി, ഇതിനെ പിടിച്ച് ചെറുതാക്കി, ഇതിനെ പിടിച്ച് ചെറുതാക്കി. ഇത് ക്യാൻവ ഉപയോഗിക്കുന്നവർക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം. ഞാനിത് ക്യാൻവ ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണേ. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ഇനി ഒരു പേജും കൂടെ എടുത്ത് ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഈ നേരത്തെ ടെക്സ്റ്റ് ആയിട്ട് തന്നില്ലേ, ഏതോ ഒരെണ്ണം കുറച്ച് ടെക്സ്റ്റ് ആയിട്ട് തന്നല്ലോ, ഒരു കുഞ്ഞു വായനയുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ ടെക്സ്റ്റ് തന്നു. അതിനെയും നമുക്ക് ഇതുപോലെ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ടെക്സ്റ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് ചെറുതാക്കി ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഈ മൂന്ന് കാര്യവും ഒന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് തയ്യാറാക്കി ഇതിലാവശ്യമുള്ള പിക്ചറുകളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. പിക്ചർ എവിടെ നിന്ന് എടുക്കണം? എലമെന്റ്സിൽ കയറിയിട്ട് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമേജ് കൊടുക്കുക. സ്കൂളെന്ന് കൊടുത്തപ്പോൾ ഇമേജ് വന്നു. ഇതിൻ്റെ ഗ്രാഫിക്സ് കൊടുക്കുമ്പോൾ ഗ്രാഫിക്സ് മാത്രം സെർച്ച് ചെയ്ത് വരും. ഇപ്പോൾ ഒരു സ്കൂൾ ബാഗ്, ഇതിലൊക്കെ ഒത്തിരി വർക്ക് ചെയ്യണം കേട്ടോ, എങ്കിലേ അതിനൊന്ന് റെഡിയായി വരുള്ളൂ. നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കണമെങ്കിൽ ഇനി ആരെയും എ ഐയിൽ നമുക്ക് ചെയ്യാം. എ ഐയിൽ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? അതിൽ തയ്യാറാക്കി തരുന്നതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരണം. ക്യാൻവയിൽ കൊണ്ടുവന്ന് നമ്മൾ ആ സൈസ് സർക്കിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഇതുപോലത്തെ പരിപാടികളൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്ത് വെക്കാം. അതിൻ്റെ കളറൊക്കെ നമുക്ക് ഈ ഇമേജിൽ എന്ത് മാറ്റം വരുത്തണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ടെക്സ്റ്റിൽ മാറ്റം വരുത്തണമെങ്കിൽ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യും, മുകളിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കും. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ഉള്ള കുറേ സാധനങ്ങൾ, ഫോണ്ട് മാറ്റാനുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് വരും. ഇനി ഇമേജിന് മാറ്റം വരുത്താൻ ഇതിൽ കിടപ്പുണ്ട്, അതിൽ വ്യത്യാസം വരുത്താൻ ഈ ഇമേജിൽ മാറ്റം വരുത്തണം, അതിൻ്റെ പ്രോപ്പർട്ടീസ് മുകളിൽ വരും. ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കളർ മാറ്റാനുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ വേറെ കളർ ഇടുക. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. കൂടുതൽ കാര്യങ്ങളായിട്ടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ സംശയങ്ങളുടെ സെക്ഷനാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ആദ്യം മുതൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ടീച്ചേഴ്സ്, കമോൺ.
27 പേരായി. സാറേ, ഇന്നലത്തെ ഡൗട്ട് ഇന്നലത്തേൽ എന്ത് മെറ്റ സംശയം? മെറ്റ എ ഇല്ലേ, നമ്മള് ഡൗൺലോഡ് ചെയ്ത് വെക്കണോ? മെറ്റ എ ആപ്പ് ഐ ഫോണിലാണോ പ്ലേ സ്റ്റോറിൽ. ലാപ്ടോപ്പിലാണോ ഉപയോഗിക്കുന്നത്? ലാപ്ടോപ്പിലാണെങ്കിൽ ലാപ്ടോപ്പിലാണെങ്കിൽ ഗൂഗിള് എടുത്ത് മെറ്റ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഗൂഗിൾ എടുക്കുക. അതിന് അപ്പൊ ഒരു ഇമേജ് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ അതിന് പൈസ കൊടുക്കണം ചോദിക്കുന്നു. മെറ്റയോ? മെറ്റയ്ക്ക് ഫ്രീ ആണ് സാർ. ഞാൻ ഒരെണ്ണം കാണിച്ചു തരട്ടെ. ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം പോട്ടെ. നമ്മൾ ലൈവായിട്ട് ഇന്നലെ കണ്ടതല്ലേ. മെറ്റ അങ്ങനെ പൈസ ചോദിക്കാത്ത ആളാണ്. മെറ്റ ഇത്തിരി ഡീസൻ്റ് ആണ്. മെറ്റ പിന്നെ ഒരു ഇത് ഇമേജ് വീഡിയോകളാണ് പ്രശ്നം വരണം. വീഡിയോസിൽ അവരുടെ ഇത് കൊണ്ടുവരും. ഇപ്പോൾ സാറ് കൊടുത്ത ക്രോ അല്ലേ, ക്രിയേറ്റ് മീ എ കാർട്ടൂൺ ക്രോ. കാർട്ടൂൺ ക്രോ ക്രിയേറ്റ് ചെയ്യാൻ പറയണം. അപ്പം ലോഗിൻ ചെയ്യാൻ പറഞ്ഞു. ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യാൻ പറയും. ഇപ്പോഴാണ് പ്രശ്നം. ഫേസ്ബുക്ക് ഐ ഡി ഇല്ല. ഞാനിത് വേറൊരു കമ്പ്യൂട്ടറിലാണ് ലോഗിൻ ചെയ്തത്. മറ്റേതിൽ ലോഗിൻ ചെയ്തിരുന്നു. അയ്യോ, പ്രശ്നമല്ല. ചെയ്യാം. പ്രശ്നമാണ്. ഫേസ്ബുക്കിൽ വഴിയേ കയറാൻ പറ്റുള്ളൂ. ഞാൻ ഫോണിലെങ്കിൽ കാണിച്ചു തരട്ടെ. എൻ്റെ ഫോണിൽ കാണിച്ചു തരാം. ഇത് പ്രായോഗികമാണ്. ഒരു സെക്കൻഡേ. മറ്റ് ഡൗട്ടുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണേ. എൻ്റെ ഫോണിൽ ഞാൻ കാണിച്ചു തരാം. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാമേ. ഞാൻ ഇപ്പോൾ കണക്റ്റ് ആയി വരാം. ഇത്തിരി സമയം പിടിക്കും. വേറെ ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടീച്ചേഴ്സ്? ഇന്നത്തെ ക്ലാസ് വീഡിയോ അതിന്റെ ക്ലാസ് ഇടുന്നേ, ലിങ്ക് ഇടുന്നേ. എല്ലാ ദിവസവും ഇടൂലേ ടീച്ചർ? എന്നെങ്കിലും ഞാൻ പറ്റിച്ചിട്ടുണ്ടോ? എന്നും ഇടും ടീച്ചർ. നമ്മൾ എല്ലാ ദിവസവും റെക്കോർഡ് ചെയ്താണ് പോകുന്നത്. സാറേ, നമ്മള് ക്യാൻവ ആപ്പ് അയ്യോ, ആ ടീച്ചറിന്റെ ഡൗൺലോഡ്. ശബ്ദം കേട്ടൂടാ. ഇപ്പൊ സാറേ, പറയുന്ന ക്യാൻവ ടീച്ചറിന്റെ ശബ്ദം കേട്ടൂടാ. കേൾക്കാമോ? വളരെ കുറവാണല്ല. എന്റെ കുഴപ്പമാണോ എന്തോ. നേരിയ രീതിയിലേ കേൾക്കുന്നുള്ളൂ. വേറെ ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ ആ ടീച്ചർ പറയുന്നേ? ആ, കേൾക്കുന്നു. ആ, സാറ് പറയുന്നത് എനിക്ക് ക്ലിയർ ആണ്. ആ ടീച്ചർ പറയുന്നത് ക്ലിയർ അല്ല. ടീച്ചർ പറയണത് സൗണ്ട് കുറവായിട്ട് തന്നെയാണ് കേൾക്കുന്നത്. ആ ആ, അതാ. ടീച്ചർ എന്നാലും പറയൂ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ചെറിയ ശബ്ദമാണെങ്കിലും. അതെ അതെ, ക്യാൻവ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്താലുള്ള ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ആപ്പ് ഡൗൺലോഡ് ചെയ്യണ്ടേ അതിന്റെ? കേൾക്കാമോ? ക്യാൻവ ആവശ്യമില്ലല്ലോ, കാരണം നമുക്ക് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യണ്ട. ഓക്കെ.
ഈ ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാവോ മൊബൈലിൽ? ഓക്കെ, കാണാം സാർ. ഓക്കെ. അപ്പോൾ അതിനകത്ത് ഗൂഗിൾ എടുക്കുക, മെറ്റ മെറ്റ എ എടുക്കുക. മെറ്റ എ വന്നു. സ്റ്റോറി നേരേഷനിലൊന്നും വിഷയമില്ല. ന്യൂ ചാറ്റ്. ഇപ്പം വ്യത്യാസമായിട്ട് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അതിനകത്ത് അനിമേറ്റ് മൈ ഫോട്ടോ, ക്രിയേറ്റ് ആൻ ഇമേജ്, അങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അനിമേറ്റ് ഇമേജ് കൊടുത്താൽ നമ്മൾ എൻ്റെ ഫോണിൽ കിടക്കുന്ന ഇമേജിനെ അനിമേറ്റ് ചെയ്യും. ക്രിയേറ്റ് ആൻ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ക്രിയേറ്റ് മീ എ കാർട്ടൂൺ. നല്ല രസമായിട്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഇമേജ് കൊടുക്കുക, താഴെ അനിമേറ്റ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്, അത് കൊടുക്കുക. അനിമേറ്റ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോംപ്റ്റ് കൊടുക്കുക, ബേർഡ് സ്മൈൽ ചെയ്യുന്നത് പോലെ. ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബേർഡ് സംസാരിക്കും. ഇത് അനിമേറ്റ് എന്ന് പറയുന്നത് അതായിട്ട് കൊണ്ടുപോകാം. ഇതാണ് സംഭവം. 5 സെക്കൻഡുള്ള വീഡിയോ. എൻ്റെ അടുത്ത് പൈസ ചോദിച്ചില്ലല്ലോ. ഓക്കെ, കഴിഞ്ഞു. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ? സാർ ഈ ഫോണിൽ ഈ ചെയ്തപ്പോ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. സാറേ, ഫ്ലോ ഇല്ലേ, ഈ ഫ്ലോ നമ്മൾ ഈ വീഡിയോന് വേണ്ടി തന്നെ എടുക്കുന്നത്, അനിമേറ്റഡ് വീഡിയോന് വേണ്ടിയാണ് ഫ്ലോ, ഗൂഗിൾ ഫ്ലോ. സാർ കേൾക്കുന്നില്ല? ഹലോ ഹലോ ഹലോ, ക്ലിയർ അതെ, അല്ലേ? പറയുന്നത് കേൾക്കാവോ? എനിക്ക് കേൾക്കാം. ഓക്കെ ഓക്കെ. സാർ, ആ ഫ്ലോ നമ്മൾ എനിമേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ, ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയാണോ എടുക്കുന്നത് ഫ്ലോ? ഫ്ലോയിൽ നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഗൂഗിളിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഫ്ലോ എന്ന് പറയുന്നത്. അതിനകത്ത് ഇമേജ് ജനറേറ്റ് ചെയ്യാം, വീഡിയോ അനിമേറ്റ് ചെയ്യാം, ഇമേജിൽ നിന്ന് അനിമേഷനാക്കി മാറ്റാൻ പറ്റും, പിന്നെ സംസാരിപ്പിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്തില്ലേ ഈ രണ്ടാമത്തെ ദിവസം, അതിനെ ഫ്ലോയിൽ നമുക്ക് നന്നായിട്ട് കൂടുതൽ സമയം ചെയ്യാൻ പറ്റും. നമ്മളത് ഡേ 4 നോക്കും. ഇപ്പോൾ ഡേ 3 അല്ലേ ആയുള്ളൂ. ഡേ 4 അല്ല, സോറി, ഡേ 5 നമ്മൾ അത് വെച്ചാണ് അനിമേറ്റ് ചെയ്ത് ഫൈനൽ ഔട്ട് എടുക്കുന്നത്. ഡേ 5. വേറെ ടീച്ചേഴ്സ് നമ്മുടെ ഇതൊക്കെ ഒന്നും ആരും ചെയ്തത് കണ്ടില്ല, ഈ ടീച്ചിങ് മാനുവലൊക്കെ. ചെയ്തിരുന്നു അത് സാർ, പിന്നെ എല്ലാവരും ഗ്രൂപ്പിൽ അയക്കണ്ടെന്ന് വെച്ചിട്ട് ചെയ്ത് നോക്കിയത്. ഓക്കെ ഓക്കെ, ചെയ്യാൻ പറ്റിയല്ലോ. ഈ എനിമേറ്റ് ചെയ്യുന്ന ഇതിലാണ് വന്നപ്പോഴാണ് ഒരു കൺഫ്യൂഷൻ ആയത്. ഓ, അതൊരു ടൂള് പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്തെന്നേ ഉള്ളൂ. ഇതിനകത്തൊക്കെ ഈ നേരത്തെ കണ്ടില്ലേ, അതിനകത്തൊക്കെ ചെറിയ ചെറിയ അനിമേഷൻസ് ഒക്കെ നമുക്ക് ചെയ്തിടാൻ പറ്റും. ഈ പക്ഷി പറക്കുന്നത്, നടക്കുന്നു. ബർത്ത്ഡേയുടെ പോസ്റ്റർ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ കുട്ടിയുടെ ഇമേജ് എങ്ങനെയാണ് ആ പോസ്റ്ററിൽ കൊടുന്ന് വെക്കുക? കുട്ടിയുടെ ഇമേജ് വേണം. യെസ്, ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു കുട്ടിയെ എനിക്കിവിടെ കൊണ്ടുവരണം, കുഞ്ഞു വായനയുടെ ഒരു കുട്ടിയെ കൊണ്ടുവരണം. അപ്ലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്ലോഡ്സ് 2 രീതിയിൽ ഉപയോഗിക്കാം.
ഒന്ന് ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡിൽ ഒരു ഫോട്ടോ ഉണ്ടെന്ന് വെച്ചോളൂ. വ്യൂ എടുത്ത് അതൊന്ന് ചെയ്ത് കാണിക്കുവോ? ഞാൻ ചെയ്ത സ്ക്രീൻ ഷെയറിങ് വരുന്നില്ല അല്ലേ? ഞാൻ സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഓക്കെ, സോറി, ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാം. എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യണേ. നേരത്തെ മൊബൈൽ ഷെയർ ചെയ്യാൻ വേണ്ടി അത് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചിടാൻ മറന്നു. നമ്മുടെ റെക്കോർഡിങ്ങിൽ ഈ പ്രശ്നം വരും കേട്ടോ. ആ മൊബൈലിൽ ചെയ്ത ഒന്നും റെക്കോർഡിൽ കാണില്ലേ, ഇപ്പോൾ ഉള്ളത് മുതലേ കാണുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം. നമ്മുടെ മൊബൈലിൽ തുടങ്ങിയത് മുതൽ ഇതുവരെ ഉള്ളത് കിട്ടത്തില്ല. ഇപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് ഇത് മുതലുള്ളത് കിട്ടുള്ളൂ. ടീച്ചർ ചോദിച്ച സംശയം എന്താണെന്ന് വെച്ചാൽ, ഇതെന്തോ ടീച്ചറിന് ഇമേജ്, കുട്ടിയുടെ ഇമേജ് ഇവിടെ കിട്ടണം. കുട്ടിയുടെ ഇമേജ് എവിടെ കിടക്കണമെന്ന് അറിഞ്ഞാൽ മതി. ഇപ്പൊ കുട്ടിയുടെ ഇമേജ് ഇതാണെന്ന് വിചാരിച്ചു. ഈ കാണുന്നു കോഴ്സ് എന്ന് പറഞ്ഞാൽ തയ്യാറാക്കി വെച്ചിട്ട് ഇത് കുട്ടിയുടെ ഇമേജ് ആണെന്ന് വിചാരിച്ചു. ഇവനെ സ്റ്റെപ്പ് മുതല് നേരെ കാണിക്കാം. ഏ നമ്മൾ ഫസ്റ്റ് എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഏതെടുക്കണം ആ രീതിക്ക് ഫസ്റ്റ് 1 by 1 ആയിട്ട് പറഞ്ഞെന്നാ പറയണം. മനസ്സിലായ. യെസ്, തീർച്ചയായും 1 by 1 ആയിട്ട് പറയാൻ പോവാണ്. ആദ്യം ക്യാൻവ എടുക്കണം. ക്യാൻവ എടുക്കുക. ക്യാൻവ എടുത്തപ്പോൾ ഇങ്ങനെ വന്നല്ലോ. ടീച്ചറിന് കുട്ടിയുടെ ഇമേജ് ഈ കുഞ്ഞു രചനയിലാണ് ഉൾപ്പെടുത്തണം. ഞാൻ ഏറ്റവും അവസാനം ചെയ്ത വർക്കാണ് ഈ കാണുന്നത്. കുഞ്ഞു രചനയിലാണ് ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് അവസാനം ചെയ്ത റീസെൻറ്റ് വർക്ക്സ് ആണ് കിടക്കുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പണായി വരും. അതിപ്പോൾ ഓപ്പണായി വരും. ഇനി ടീച്ചർ പറയണേ എനിക്ക് പുതുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് കൊടുത്തിട്ട് ഏത് വർക്കിലാണ് വേണ്ടേ? പ്രിൻറ്റബിൾസ് ഉണ്ട്, അതിനകത്താണോ വേണ്ടേ? അല്ല, സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെയൊക്കെയുള്ള സാധനത്തിനകത്ത് നമ്മൾ പിക്ചറുകളൊക്കെ എഡിറ്റ് ചെയ്തിടൂലേ, അത് ഇവിടെയാണ് ചെയ്യുന്നത്. ക്യാൻവയുടെ ഈ പോർഷനിലാണ് ചെയ്യുന്നത്. യൂട്യൂബ് തംബ്നെയിൽ, ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെ പിക്ചർ ബൈ പിക്ചറായിട്ട് ചെയ്യാനായിട്ട് ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ ഈ യൂട്യൂബ് തംബ്നെയിൽസ് ഞാൻ സെലക്ട് ചെയ്തു എന്ന് വെച്ചോളൂ. നേരത്തെ A4 പേപ്പറാണ് എടുത്തത്. നേരത്തെ എന്ത് ചെയ്തു? പ്രിൻറ്റബിൾസിൽ പോയിട്ട് A4 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത്. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ എടുത്ത് ഇങ്ങനെ കൊടുത്തു. ഇതിനകത്ത് ടീച്ചർ പറഞ്ഞ പോലെ പിക്ചർ വേണ്ടേ? യെസ്, പിക്ചർ കിടക്കുന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കുക. ഇപ്പം ഇതാണെന്ന് വെച്ചോ, ഇത് കുട്ടിയുടെ ഫോട്ടോ ആണെന്ന് വെച്ചോ. ഇവനെ പിടിച്ച് ഇങ്ങനെ വലിച്ചെടുത്ത് ഇങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന്, ഇവിടെ കണ്ടല്ലോ, ആ പിക്ചർ കണ്ടല്ലോ, ഇവിടെ വന്നിട്ട് കൈവിടാം. ഇത് ഒരു മെത്തേഡാണ്. ഇവിടെ കണ്ട വെള്ളം പൊങ്ങി വരെയാണ്. ഈ വെള്ളം പൊങ്ങണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അപ്ലോഡ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഈ സാധനം കയറിയതാണ്. ഇത് ഒരു മെത്തേഡാണ് ഇപ്പം ഞാൻ ചെയ്തത്. ഇത് കുട്ടിയുടെ ഫോട്ടോ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ഇങ്ങനെ പിടിച്ച് ചെറുതാക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പിടിച്ച് പിടിച്ചൊക്കെ ചെറുതാക്കാം. ഇങ്ങനെ പിടിച്ച് വലുതാക്കാം. ഇപ്പം ടീച്ചർ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെക്കൻഡ് മെത്തേഡും കൂടെ പറഞ്ഞുതരാം. അപ്ലോഡ് ഫയൽസ് കൊടുത്തിട്ട് കിടക്കുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. സാധാരണഗതി ഡൗൺലോഡ്സിൽ ഏതെങ്കിലും ഒരു ഫയൽ കാണും. അപ്പോൾ ഇവിടെ ആദ്യം വന്നു, അവനെ അങ്ങ് ക്ലിക്ക് ചെയ്യുക, അവൻ ഇവിടെ വരും. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്രോപ്പ് ചെയ്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ക്രോപ്പ് ചെയ്ത് കളഞ്ഞ്. ഓക്കെ ടീച്ചർ, ചെയ്ത് നോക്കിയാലാണ് അറിയുള്ളൂ. ചെയ്ത് നോക്കണം. വീഡിയോയും കൂടെ നോക്കി. എളുപ്പമാണ്. ഒരു ഒരുപാട് ബർത്ത്ഡേയും കൂടി കാണിച്ചു തരുമോ? ബർത്ത്ഡേയുടെ ചെയ്യാലോ. ബർത്ത്ഡേയുടെ നമ്മളെ പ്രോംപ്റ്റ് കൊടുത്ത് ചെയ്തതാണോ? ആണോ? അതെ. ആ, ക്രിയേറ്റ് മീ എ ബർത്ത്ഡേ അയ്യോ, സാറിന്റെ മൈക്ക് ഓൺ ആണല്ലോ. ഓഫ് ചെയ്യോ സാർ? ഞാൻ അത് കണ്ടുപിടിച്ച് വരുമ്പോൾ സമയം അറിയാം. ഓക്കെ, യെസ്. ക്രിയേറ്റ് മീ എ ബർത്ത്ഡേ പോസ്റ്റർ ഓഫ് എ ഗേൾ നെയിം സീന. എന്നിട്ട്
ഇന്ത്യൻ ഗേൾ. ഇന്ത്യൻ ഗേൾ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞ് വെറുതെ ഒരു ഒരു ബർത്ത്ഡേ തയ്യാറാക്കാൻ പറഞ്ഞു. ഇങ്ങനെയാണ് സംഭവം. ഞാൻ അതിൻ്റെ കുറേ പ്രോംപ്റ്റ് തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ബാച്ച് 4 തന്നിട്ടുണ്ടോ? എനിബടി ആരെങ്കിലും ഉത്തരം തരാമോ? കുറേ ബാച്ചിന് കൊടുത്തു, നിങ്ങൾക്ക് തന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മളെ ഈ ബർത്ത്ഡേ തന്നിട്ടില്ല. തന്നിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പം ഇതുപോലെയാണ് സംഭവം. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇത് ഞാൻ ഇപ്പം കാഷ്വലി കൊടുത്തതാ. ഇപ്പം സീന എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ കൂടെ കൊടുത്താണ്. നമ്മൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിലെ കുട്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഫോട്ടോ നമുക്ക് ഇതിനകത്ത് വരും. എന്ത് കാര്യത്തിനും അങ്ങനെയാണ് കേട്ടോ. നമ്മളെ കയ്യിലുള്ള ഫോട്ടോയെ നമ്മൾ പ്ലസ് കൊടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്ത് അങ്ങനെ വേണം ചെയ്യാൻ. ഓൾറെഡി അപ്പൊ നമ്മുടെ ഫയലിൽ നമുക്ക് ഒരു കുട്ടിയുടെ ഫോട്ടോ യെസ് നമ്മൾ യെസ് ചെയ്തു യെസ് വെക്കണ്ടേ? യെസ് യെസ്, യു ആർ ഈ റൈറ്റ്. കുട്ടിയുടെ പകരം നമ്മളൊരു കുട്ടിയുടെ ഫോട്ടോ നമ്മുടെ ഫയലിൽ റെഡിയാക്കി വെക്കണ്ടേ? വേണം വേണം വേണം. ഞാനൊക്കെ ചെയ്യണ എന്താന്ന് പറഞ്ഞാൽ, ബർത്ത്ഡേ ആണല്ലേടാ ഇങ്ങി വാടാന്ന് പറഞ്ഞാൽ അവനെ അടുത്ത് വിളിച്ച് അവൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കും. എന്നിട്ട് പതുക്കെ അവിടെ പോയിരുന്ന് സമാധാനമായിട്ട് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അവൻ്റെ ഗാലറിയിൽ ഫോട്ടോ എടുത്തിട്ട് ഇതുപോലത്തെ പ്രോംപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഈ പ്രോംപ്റ്റ് കൊടുക്കും. നമുക്ക് സീന എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി, ഇന്ത്യൻ ഗേൾ എന്ന് പറഞ്ഞ് കൊടുത്താണ്. ഇന്ത്യൻ ഗേൾ, ഇന്ത്യൻ ഗേൾ വന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഹാപ്പി ബർത്ത്ഡേ വന്നു. ഇനി അവളുടെ തലയിൽ വേണമെങ്കിൽ ഒരു ബർത്ത്ഡേ ക്യാപ്പ് ഓൾറെഡി നമ്മുടെ ഇപ്പൊ നമ്മളൊരു കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് എങ്ങനെയാണ് അത് അതിലേക്ക് വെക്കുക എന്നുള്ളത് അതുകൂടി പറഞ്ഞു തരൂ. എന്നിട്ട് ആ ഫോട്ടോ നമുക്ക് ഈ ഇപ്പൊ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ കുട്ടി വരണം. ഇപ്പൊ ശരിയായി തരാം ടീച്ചറെ. ഇപ്പൊ നോക്കിയോ, ഒരു ഗൂഗിൾ എടുത്തുന്നു. ഇതിപ്പോ ഈ പുതിയ കമ്പ്യൂട്ടറാണ്, അതിനകത്ത് ഫോട്ടോ ഒന്നുമില്ല. ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു തരാം. ഒരു ബോയ് എടുക്കാം. ബോയോ ഗേളോ? നേരത്തെ ഇതില് ഈ ചെറുക്കനെ, ഇവനെ കുഴപ്പമില്ല, ഇവനെ ഞാൻ കോപ്പി എടുക്കുകയാണേ. സേവ് കൊടുക്കാം. ടീച്ചറിന് അങ്ങനെയാണല്ലോ വേണ്ടേ. സേവ് കൊടുത്തു. സേവ് കൊടുത്ത് അല്ല എൻ്റെ അല്ല കമ്പ്യൂട്ടർ. മാഷേ, നമ്മളില്ലേ ആ അപ്പൊ നമ്മുടെ ക്ലാസ്സില് ഒരു കുട്ടിയുടെ ഫോട്ടോ എങ്ങനെ ഇതിലേക്ക് വരും? മൊബൈലിൽ നിങ്ങളുടെ എടുത്താൽ കയ്യിൽ പോരെ? ഫോണല്ലേ ഇരിക്കുന്നത്, മൊബൈലിൽ ഫോട്ടോ എടുത്താൽ പോരെ ടീച്ചറെ? ഇതില് ഫോട്ടോ എന്തോന്ന് എടുത്തിട്ട് ടീച്ചർ, അത് ഗാലറിയിൽ വന്ന് കിടക്കും. അല്ല ഇതില് നമ്മള് ലാപ്പിൽ ചെയ്യുമ്പോ ലാപ്പിൽ ചെയ്യുമ്പോൾ ആപ്പിലേക്ക് മാറ്റിയാ പോരെ ടീച്ചർ? ലാപ്പിലോട്ട് മാറ്റാം. വളരെ എളുപ്പമല്ലേ. വാട്സപ്പിലോട്ട് ഷെയർ ചെയ്യണം. ഞാനൊക്കെ ചെയ്യണ അങ്ങനെയാണ്. എന്ത് ഷെയർ ചെയ്യും? ചെയ്യാം. വാട്സപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഷെയർ ആയാ ടീച്ചർ? വാട്സാപ്പിൽ ഷെയർ ചെയ്തതിന് ശേഷം എന്നിട്ട് ആ വാട്സപ്പിൽ ഷെയർ ചെയ്യണത് ഗാലറിയിൽ സേവ് ചെയ്യാൻ ഒരു പാടുമില്ലല്ലോ. ഞാനൊരു വാട്സപ്പ് കാണിച്ചു തരാം. ഇതിപ്പോൾ വാട്സപ്പ് കിടക്കുകയാണ്. നമ്മുടെ ഏതൊരു ബാച്ച് കിടക്കുകയാണ്. എന്ത് വരാത്തോ? അയ്യോ, ഹാങ്ങായ. B6 ഞാൻ കൊടുക്കുന്നു. ഇതൊന്നും വരുന്നില്ല, ഭയങ്കര സ്ലോ ആയി. B4 കൊടുക്കുക. നമ്മുടെ B4 ആണല്ലോ ബാച്ച്. B4 കൊടുത്ത് ഇതിനകത്ത് കുറേ പേജ് കിടക്കുകയല്ലേ. ഇത് എളുപ്പമാണ് ടീച്ചർ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ കാണുന്ന ഇത് വീഡിയോ ആണ്. മുകളിലോട്ട് വരണില്ല, ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളെ ഈ സൂമും കൂടെ ഓൺ ആണല്ലോ, അതുകൊണ്ടാണ് ഹാങ് ആയത്. വരുന്നില്ല. ഒന്നുമില്ല, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഫോണിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ കുറേ നേരം ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ സേവ് എന്ന് പറഞ്ഞ് കാണിക്കും. കേട്ടോ? ഫോണിലാണെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യും? കുറേ നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് ചെയ്ത് വെക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഡൗൺലോഡ്സിൽ വന്ന് കിടക്കും അല്ലേ? ഗാലറിയിൽ ഒന്ന് നടക്കും. നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ കാണാൻ പറ്റും. ഇനിയും ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. ഈ ഗാലറി ഡൗൺലോഡ്സിലല്ലേ വരിക? ഡൗൺലോഡ്സ് നമ്മൾ ഫോണിൽ എവിടെയാണോ സെറ്റ് ചെയ്ത്, ഫോണിൽ ഡീഫോൾട്ടായിട്ട് കാണും എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, അത് കാണും. സാധാരണ വാട്സപ്പിനകത്തുള്ളതൊക്കെ വാട്സപ്പിൻ്റെ ഒരു പ്രത്യേക ഫോൾഡറുകളുണ്ട്, അതിനകത്താണ് സേവ് ആവുക. അല്ലാതെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണതൊക്കെ
ഫോണിനകത്ത് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതിനകത്ത് വരും. ക്ലിയർ ആയോ? ആ ലൊക്കേഷൻ മനസ്സിലാക്കിയാൽ മതി, പാടുള്ള കാര്യമല്ല, വളരെ സിമ്പിളാണ്. ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ചോദിക്കും എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കും. ഇതുപോലെ മൊബൈലിലും ചോദിക്കും. അപ്പോൾ ആ മൊബൈലിൽ സേവ് ഡൗൺലോഡ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നേരെ ഡൗൺലോഡ് ഫോൾഡറിനകത്ത്, ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ഫോൾഡറിൽ വരില്ലേ, കണ്ടോ? ഇത് ഡൗൺലോഡ് കൊടുത്തപ്പോൾ അതിൻ്റെ കണ്ടന്റ് കാണുന്നില്ലേ? അതുപോലെ ടീച്ചറിനും കാണാൻ പറ്റും. അതിനെ സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ വരണം, അതിനെ ഇവിടെ എത്തിക്കണം. ഇപ്പോൾ ഇതിനകത്ത് ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് എന്നാണ് കാണിക്കുന്നത്. അത് കൊടുത്ത് ആ പിക്ചറിനെ ഇവിടെ കൊണ്ടുവരണം. അത് ആ ബോയ് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ നേരത്തെ കൊടുത്ത ആ പ്രോംപ്റ്റ് ഞാൻ ഇവിടെ എടുത്തു, ഇവിടെ കൊണ്ടുവച്ചിട്ട് അതിനിവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഗേൾ മാറ്റിയിട്ട് ബോയ് ആക്കി. ബോയി. നെയിം മാറ്റിയിട്ട് മറ്റൊരു പേര് സോജു. സോജു എന്ന് പേര് കൊടുത്തു. ഇന്ത്യൻ ഗേൾ. അതൊന്നും വേണ്ട, നേരത്തെ പിക്ചർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ ഗേൾ എന്ന് കൊടുത്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ പയ്യൻ കയ്യിലുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഗ്രീറ്റിംഗ് ആൻഡ് വെയർ ഹിം. ഞാൻ വേറെ നല്ല പ്രോംപ്റ്റ് തരാമേ, ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന പ്രോംപ്റ്റ് ആണേ, ഇതാരും എഴുതിയെടുക്കണമെന്നില്ല. ആൻഡ് വെയർ ഹിം എ ബർത്ത്ഡേ ക്യാപ്പ്. ഇതുപോലെ ഒരു സാധനം കൊടുത്താൽ മതി. ഇപ്പോൾ സോജു എന്ന പേര് അതിനകത്ത് വരും. ഇനി നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് സ്കൂളിൻ്റെ പേര്, സ്കൂൾ നെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കാം. ഇതാണ് സംഭവം. ഒരു ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമുക്ക് വേണം. ടീച്ചർ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഇത് എന്നെ എങ്ങനെ ചെയ്യണം, അതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു, അത് തന്നെ ഈ ചാറ്റ് GPT ചോദിച്ചാൽ മതി, പ്രശ്നം കിട്ടും. എനിക്കൊരു ബർത്ത്ഡേ ബോയ്, എന്താണ് എൻ്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട്, അതിനെ ഞാൻ പ്ലസ് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ഹാപ്പി ബർത്ത്ഡേ ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് അവൻ്റെ പേര് കൊടുക്കുക. അതിനകത്ത് സ്കൂളിൻ്റെ പേര് മെൻഷൻ ചെയ്യുക. ഇങ്ങനെ കാഷ്വലി കൊടുത്താൽ മതി. ക്രിയേറ്റ് മീ ഓക്കെ. ബർത്ത്ഡേ പോസ്റ്റ്. ആ, ഇതാ വരട്ടെ. ഞാൻ ഫോണിൽ ഈ സമയം കൊണ്ട് ഞാൻ എൻ്റെ ഈ ബർത്ത്ഡേയുടെ സാധനം കൂടെ ഒന്ന് ഇട്ട് തരാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഓരോ ആക്ടിവിറ്റി ഇടുവേ, അപ്പം അതൊക്കെ ഒന്ന് ചെയ്തോണം. അതായത് ഈ ഓരോ സിനിമ നടന്മാരെ പോലെ ഇരിക്കുന്നതും ഈ ബർത്ത്ഡേയുടെ കാര്യങ്ങൾ ബിക്കം ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേയുടെ ഇപ്പം ഞാൻ ഗ്രൂപ്പിലിടാം. അതിനകത്ത് ചെയ്ത് പഠിക്കാം. ബിഫോർ എന്നല്ല നമ്മൾ ഇതാ വന്നു, ഗ്രൂപ്പിൽ വന്നു, മേക്കിംഗ് ഹാപ്പി ബർത്ത്ഡേ. ഈ പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ചൈൽഡ്സ് നെയിം എന്ന് പറയുന്നിടത്ത് അതിനെ മാറ്റിയിട്ട് നിങ്ങളുടെ പേര്, കുട്ടിയുടെ പേര് അടിക്കുക. സ്കൂൾ നെയിം എന്നുള്ളത് മാറ്റിയിട്ട് സ്കൂളിൻ്റെ പേരടിക്കുക. ബിഫോറിൽ വന്നിട്ടുണ്ടേ, നോക്കിക്കോണേ. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് കുട്ടിയുടെ പടം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി എന്തെങ്കിലും ഡൗട്ട്? അത് ആ വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കാണിക്കുമോ? എൻ്റെ വാട്സപ്പിലാണ്. ആ, കാണിച്ചു തരാം, അല്ല, ഇപ്പൊ തീർച്ചയായും കാണിച്ചു. നമ്മളൊരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കിയില്ലേ? ടീച്ചറിന് എൻ്റെ സ്ക്രീൻ കാണാവോ? ഈ ലാപ്പിലത്തെ അല്ലേ? ഓ, ലാപ്പിലുള്ള എൻ്റെ സ്ക്രീൻ കാണാമോ? ആ, ഓക്കെ. കാണാം. അപ്പം നമ്മൾ ഈ ചാറ്റ് GPT ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ മെറ്റ എന്ന് പറയുന്ന സാധനം ചാറ്റ് GPTക്കകത്ത് കിടക്കുകയല്ലേ, അതിലാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ സാർ ഒരു ബർത്ത്ഡേ കാർഡ് ഓൾറെഡി തയ്യാറാക്കിയല്ലോ, ഒരു ഗേളിന്റെ. ആ, മറ്റേത് ബോയുടെ വന്നോ? നോക്കിയില്ല, നമ്മൾ നോക്കിയില്ല, മറന്നുപോയി. അതിനിടയിൽ അത് വിട്ടുപോയി. ഇതാ വന്നു, അവനെ ഒരു ക്യാപ്പും കൂടെ വെച്ച് കൊടുത്തു. കണ്ടാ, ബർത്ത്ഡേ ക്യാപ്പ് കൊടുത്തു. ഈ ബോയുടെ നമ്മുടെ B4ലേക്ക് ഒന്ന് സെൻഡ് ചെയ്യുന്നതായിട്ട് കാണിക്കോ?
ഈ ബോയ് ആ സേവ് ഇമേജസ് കൊടുത്ത് ഡെസ്ക് ടോപ്പ് ഡൗൺലോഡ് കൊടുത്തു. ഡൗൺലോഡ്സിനകത്ത് സേവ് ചെയ്ത് എൻ്റെ പേര് ഓർക്കാൻ വേണ്ടി ABBB എന്ന് പേര് കൊടുത്തു, സേവ് കൊടുത്തു. അപ്പം അത് സേവായി. ഇതാ ഇവിടെ സേവ് ആയതായിട്ട് കാണാൻ പറ്റും. ABB കിടക്കണം, ABBB. ഇനി നമ്മുടെ ഫോൾഡർ ഓപ്പൺ ആക്കുകയാണ്. ഇനി അതിനകത്ത് കുട്ടിയുടെ നമ്മുടെ ഫോൾഡർ എവിടെയെന്ന് കണ്ടുപിടിക്കണം. ഏറ്റവും മുകളിലായിരിക്കും. ഏറ്റവും മുകളിൽ B4 എടുത്ത് അതിനകത്ത് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് ഡൗൺലോഡിൽ ഏറ്റവും മുകളിൽ കാണും ABB. ആ ABB കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ. ഓപ്പൺ കൊടുക്കുമ്പം ഇതിനകത്ത് വരും. ഇനി സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഓക്കെ, സംശയം പൂർത്തിയായി, ഹാപ്പിയായി. ഇനി ചെയ്ത് നോക്കണം. റെഡി ആകുമ്പോഴാണ് ഹാപ്പി ആവും. റെഡി ആവും ടീച്ചർ, റെഡി ആവാതെ എവിടെ പോയി. ഇതൊക്കെ നമ്മുടെ പിള്ളേർ ചടപറാന്ന് ചെയ്തു പോകുമ്പോൾ നമ്മൾ ഒട്ടും പിറകെ പോകാൻ പാടില്ല. നമ്മൾ അവരെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കണം. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? അതുപോലെ ആ മെറ്റായുടെ ഞാൻ സാർക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയാണ്. എങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴും ആ ഒരു സംഭവമാണ് വരുന്നത്. അത് പിന്നെ ഒന്ന് പറഞ്ഞാൽ മതി മാഷ്. ഓ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഡൗട്ട് ചോദിച്ചാൽ ഞാൻ വാട്സപ്പ് നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമ്മുടെ അടുത്ത ക്ലാസ് വരുന്നത് ഇന്ന് നമ്മൾ അടുത്ത സാറ്റർഡേ അല്ലേ? അല്ലേ ടീച്ചർ? ബാച്ച് 4 സാറ്റർഡേ, അടുത്ത സാറ്റർഡേ ആണ് വരണേ. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ കുറേ വർക്കുകളൊക്കെ നമ്മൾ ഇതിന് ഗ്രൂപ്പിലിടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. അങ്ങനെ നമുക്ക് ബെറ്ററായി വരാം. ബ്ലൂടൂത്ത് വഴി സെൻഡ് ചെയ്യാമെന്ന് ഒരു ടീച്ചർ പറഞ്ഞു. വെരി ഗുഡ്. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഒരുപാട് സാധ്യതകളുണ്ട് മൊബൈലിൽ നിന്നും മറ്റേതിലോട്ട് പോകാൻ. അപ്പോൾ സംശയങ്ങളൊക്കെ ഗ്രൂപ്പിൽ ചോദിക്കാൻ അറിയാമെന്നുള്ളവരൊക്കെ പറയും. നമുക്കങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. നല്ലൊരു ശുഭദിനം, ശുഭരാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.